ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് തോട്ടിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കോണമിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തന്നെ. സോ നമുക്കറിയാം, എ ലോങ് ടൈം എഗോ പീപ്പിൾ ഹാഡ് ആൻ ഐഡിയ അബൌട്ട് മണി കോൾ മെർക്കൻറ്റലിസം. അത് നമുക്കറിയാം, പണത്തെക്കുറിച്ചുള്ള ഒരു ആശയത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മെർക്കൻറ്റലിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ 17നും 18നും നൂറ്റാണ്ടുകളിൽ ഈ പറയുന്ന, അതായത് ഇപ്പോൾ ഗോൾഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ പറയുന്നത് എല്ലാവരിലേക്കും എത്തിയിരുന്നു. ഈ ആശയത്തിലാണ് പലതരത്തിലുള്ള ബ്രിട്ടീഷ് കോളനികളൊക്കെ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ബ്രിട്ടന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ട്രേഡിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ അക്യുമുലേഷൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കാലക്രമേണ ഗ്രേറ്റ് ബ്രിട്ടനിലെ ആളുകൾ ഈ ഒരു ആശയത്തോട്, അതായത് ഇപ്പോൾ ഈ പറയുന്ന മെർക്കൻറ്റലിസ്റ്റ് ആശയത്തോടു കൂടി വിയോജിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവർക്ക് അല്ലെങ്കിൽ ഇക്കണോമിക്സുമായിട്ട് പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു 4 ഗ്രൂപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പറയുന്നത്. ക്ലാസിക്കൽ ഇക്കണോമിക്സ്, അതിൽ ആഡം സ്മിത്ത്, ജോൺ സ്റ്റുവർട്ട് മില്ല് പോലുള്ളവരായിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നുണ്ട്. ദി മാർച്ചനിസ്റ്റ് സ്കൂളിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ദ ന്യൂ ക്ലാസിക്കൽ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കെയ്നീഷ്യൻ എക്കണോമിക്സിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇക്കണോമിക്സ് ആണ്. ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്, classical economics was a set of ideas that were important in England for about 100 years after physiocracy declined. അതായത് ഫിസിയോക്രസി ക്ഷയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 100 വർഷത്തേക്ക് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സെറ്റ് ഓഫ് ആശയങ്ങളാണ്, ഐഡിയാസാണ് ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. മാർക്സ് അതിനെ ക്ലാസിസം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജോൺ കെയ്ൻസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ആഡം സ്മിത്ത് ഒക്കെ തന്നെ അത് ഡേവിഡ് റിക്കാർഡോ പോലുള്ള, അല്ലെങ്കിൽ JS മില്ലർ, GB ആൽഫ്രഡ് മാർഷൽ, PC പീഗോ പോലുള്ളവരൊക്കെ തന്നെ ഇതിനൊക്കെ പറഞ്ഞ് എന്താണെന്നാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു എക്കോണമി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാകും. അതായത് ഓരോ തിയറീസ് കൊണ്ടുവരുന്ന ആൾക്കാർക്കും ഒരു എക്കോണമി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. 1776 ആഡം സ്മിത്ത് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് മുതൽ, അതുപോലെ 1936 കെയ്ൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ഒക്കെ തന്നെയാണ് ആ ഒരു രീതിയിലുള്ള പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് വന്നുകൊണ്ട് ഇരുന്നത്. സോ നമുക്ക് പറയാം, ഒരു 1750 മുതൽ 1850 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഓരോ ഇക്കണോമിസ്റ്റുകളും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ രീതിയിലുള്ള, അതായത് സം ക്ലാസിക്കൽ തിങ്സ് ദാറ്റ് ക്ലാസിക്കൽ ideas are still relevant today. The classical economists aim to understand solve the problems in a market economy. അതായത് ക്ലാസിക്കൽ ആശയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നും പ്രസക്തമാണ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നതും ഈ ക്ലാസിക്കൽ ആശയങ്ങൾ എത്രത്തോളം പ്രസക്തമാണ് ഇന്ന് എന്നുകൂടിയാണ്. അപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് എക്കോണമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കാനും പരിഹരിക്കാനും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ആശയങ്ങളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഇതൊക്കെ തന്നെ സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവർ കുറച്ചുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ they relied on deduction more than evidence. അവർ തെളിവുകളേക്കാൾ കുറച്ചുകൂടി ഒരു ഡിഡക്ഷനിലാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ കുറച്ച് ഐഡിയാസിനെ കുറിച്ചിട്ടുണ്ട്. അതായത് ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ദേ ബിലീവ്ഡ് ഇൻ ഇക്കണോമിക് ലിബറലിസം ലൈക്ക് പേഴ്സണൽ ഫ്രീഡം ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യ സ്വത്ത് തുടങ്ങിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് വാദങ്ങളിൽ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം താല്പര്യം പിന്തുടരുന്ന വ്യക്തികൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അതായത് ദേ തോട്ട് ദാറ്റ് ഇൻഡിവിജ്വൽസ് പെർസൂവിങ് ദെയർ ഓൺ ഇൻട്രസ്റ്റ് വുഡ് ബെനഫിറ്റ് ടു സൊസൈറ്റി. സൊസൈറ്റിക്കും അത് ബെനഫിറ്റ് ആയിട്ട് മാറുന്നു. ദേ ബിലീവ്ഡ് ദാറ്റ് ദ എക്കോണമി വുഡ് ഓൾവേസ് ഹാവ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദി ലോങ് റൺ. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ലോങ് ടേമിലേക്ക് അവിടെ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈവൻ വിത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ദർ മൈറ്റ് സ്റ്റിൽ നോട്ട് ബി സം അൺഎംപ്ലോയ്മെൻറ്റ് ബട്ട് ഇറ്റ് വുഡ് ബി വോളണ്ടറി ആൻഡ് നോട്ട് ഫോഴ്സ്ഡ്. അതായത് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു ജോലി, അതായത് നമ്മൾ ഈ പറയുന്ന ഫുൾ എംപ്ലോയ്മെൻറ്റ് കുറച്ച് കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് തൊഴിലില്ലായ്മ ഉണ്ടാവും. പക്ഷേ അതെന്ന് പറയുന്നത്
എന്തായിരിക്കും, വോളണ്ടറി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട്, ഒരു സൊസൈറ്റി ഫോഴ്സ് ചെയ്തിട്ടല്ല അവർ അൺഎംപ്ലോയ്മെൻറ്റിൽ എത്തുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ദി തോട്ട് ദാറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വുഡ് ഓൾവേസ് ബാലൻസ് ഔട്ട് ഇൻ ദി ലോങ് റൺ ലീഡിങ് ടു സ്റ്റേബിൾ ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് സപ്ലൈയും ബാലൻസും ഒക്കെ പറയുന്നത്, സപ്ലൈയും ഡിമാൻഡും ഒക്കെ തന്നെ ഒരു ബാലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയും അവിടെ ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. They believed that the economy would automatically adjust to stay in equilibrium without needing government intervention. അതായത് സർക്കാർ ഇടപെടൽ ആവശ്യമില്ലാതെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥയിൽ, അതായത് ഇക്വിലിബ്രിയത്തിൽ തുടരുമെന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ വ്യക്തി സ്വാതന്ത്ര്യം, സ്വത്ത് സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കാണ് അവിടെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ, അത് സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും എന്താണ്, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേമിലേക്ക് വന്നു കഴിഞ്ഞാലും അത് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സൊസൈറ്റിയുടെയോ ഫോഴ്സോട് കൂടിയിട്ടല്ല, സ്വമേധയാ അവർ അൺഎംപ്ലോയ്ഡ് ആവണമെന്നാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ സപ്ലൈയും ഡിമാൻഡും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ അവിടെ ഒരു ഇക്വിലിബ്രിയം ഫോളോ ചെയ്യും എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആഡം സ്മിത്തിനെ കുറിച്ചിട്ടാണ്. ആഡം സ്മിത്ത് വാസ് ബ്രിട്ടീഷ് ഫിലോസഫർ ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് മോഡേൺ ഇക്കണോമിക്സ്. അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബ്രിട്ടീഷ് തത്വചിന്തകനായിരുന്നു ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ഹച്ചേഴ്സൺ, ഡേവിഡ് ഹ്യൂം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിന്തകരിൽ നിന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു ഏരിയയിലേക്ക് വന്നത്. ഗ്ലാസ്ഗോ, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് സർവകലാശാലകളിലൊക്കെ തന്നെ, യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള സ്മിത്ത് പിന്നീട് ഡോക്ടർ ഓഫ് ലോസ് എന്ന് പറയുന്നൊരു കാര്യം കിട്ടി അദ്ദേഹത്തിന്. അതിനുശേഷം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെയും ഒക്കെ തന്നെ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ എക്കോണമി. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ഈസ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. എക്സ്പ്ലോർസ് ദ ടോപ്പിക് ലൈക്ക് എക്കണോമിക്സ്, എത്തിക്സ് ആൻഡ് ദ നേച്ചർ ഓഫ് വെൽത്ത്. So, Smith introduced the concept of the division of labor and argued that rational self-interest and competition can lead to economic prosperity. അതായത് അദ്ദേഹത്തിൻ്റെ കുറേ കൃതികളെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആഡം സ്മിത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കൃതികൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ട് ധാർമ്മികത, ഓരോ സമ്പത്തിൻ്റെ സ്വഭാവം തുടങ്ങിയ തരത്തിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം പര്യവേക്ഷണം ചെയ്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൊഴിൽ വിഭജനത്തെ പറ്റിയിട്ട് ഒരുപാട് റൈറ്റിങ്സ് അല്ലെങ്കിൽ തിയറീസ് അവതരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. സോ ദ ടോപ്പിക്സ് ലൈക്ക് ഇക്കണോമിക്സ്, എത്തിക്സ് ആൻഡ് നേച്ചർ ഓഫ് വെൽത്ത്, സ്മിത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് മറക്കരുത്, ആഡം സ്മിത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതുപോലെ ദാറ്റ് ആർഗ്യൂഡ് ദാറ്റ് റേഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ക്യാൻ ലീഡ് ടു ഇക്കണോമിക് പ്രോസ്പെറിറ്റി. അതായത് വളരെ യുക്തിസഹവും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യവുമുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കോണമി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ലേസിസ് ഫെയർ എക്കണോമിക്സിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സ്മിത്തിൻ്റെ ആശയങ്ങളൊക്കെ തന്നെ ഡേവിഡ് റിക്കാർഡോ, മാർക്സ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ്, മിൽട്ടൺ ഫ്രീഡ്മാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇക്കണോമിസ്റ്റുകളെ സ്വാധീനിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോൾ മൊത്തത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ എല്ലാമെങ്കിൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സമൂഹത്തിന്, സൊസൈറ്റിക്ക് മൊത്തത്തിന് എന്ത് ചെയ്യുക ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്ന ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇൻവിസിബിൾ ഹാൻഡ് വിച്ച് ഗൈഡ്സ് ദ എക്കോണമി ടുവേർഡ്സ് ബാലൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ സ്മിത്തിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇക്കണോമിക് തോട്ട്സിൽ ഇന്നും സാമ്പത്തിക ചിന്തയെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ട് ഈസ് ഡിവിഷൻ ഓഫ് ലേബർ? ആഡം സ്മിത്ത് കൺസിഡർഡ് ദ ഡിവിഷൻ ഓഫ് ലേബർ ആസ് എ ക്രൂഷ്യൽ ഫോർ എക്കണോമിക് പ്രോസ്പെരിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് സ്പെഷ്യലൈസിങ് ഇൻ എ ഡിഫറെൻറ്റ് ടാസ്ക് ഇൻ പ്രൊഡക്ഷൻ വിച്ച് ഫോസ്റ്റേഴ്സ് സോഷ്യൽ കോപ്പറേഷൻ. അപ്പോൾ സാമ്പത്തിക പുരോഗതിക്ക് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഉൽപ്പാദനത്തിൽ ഡിഫറെൻ്റ് ജോലികളിൽ അല്ലെങ്കിൽ സ്കിൽസ് നേടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. സോ ഇറ്റ് ഇൻവോൾവ് സ്പെഷ്യലൈസിങ് ഇൻ ഡിഫറെൻറ്റ് ടാസ്ക് ഇൻ എ പ്രൊഡക്ഷൻ വിച്ച് ഫോസ്റ്റേഴ്സ് സോഷ്യൽ കോപ്പറേഷൻ. സ്മിത്ത് ബിലീവ്ഡ് ദിസ് ഡിവിഷൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, വർക്ക് സ്കിൽ ആൻഡ് സേവ് ടൈം. അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് ഇതൊരു സാമൂഹികമായിട്ടുള്ളൊരു കോപ്പറേഷൻ വളർത്തുകയും ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ഓരോ തൊഴിലാളികളുടെയും സ്കില്ല് വർദ്ധിപ്പിക്കുകയും ചെയ്യും, അതുപോലെ സമയം ലാഭിക്കുകയും ചെയ്യുമെന്ന് സ്മിത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഓൾസോ എൻകറേജ്ഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഇന്നോവേഷൻ. അതായത് സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ നവീകരണം അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ തന്നെ ഈ ഒരു തൊഴിൽ വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന തിയറി പ്രോത്സാഹിപ്പിച്ചു. So he used the example of pin manufacturing to illustrate how specialization dramatically increased output. Smith saw division of labor are reflecting humans' natural inclination to cooperate and help each other. അതായത് ഇതിൽ പറയുമ്പോൾ നിർമ്മാണം എന്ന് പറയുന്നത് ഏത് രീതിയിൽ പോകുന്നു, അതിൽ ഓരോരുത്തരുടെ സ്കില്ല് കൂടുന്നതിനനുസരിച്ചിട്ട് ടൈം എങ്ങനെ നമുക്ക് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പരസ്പരം സഹകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായിക്കാനുമുള്ള ഹ്യൂമൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. സ്വയം താല്പര്യവും അതുപോലെ തന്നെ തൊഴിൽ വിഭജനവും വഴി എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം എല്ലാ കാര്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു വിഭജനം എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്യാപിറ്റൽ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ഇക്കണോമിക്കൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് സ്മിത്ത് വാദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തൊഴിൽ വിഭജനം കൊണ്ട് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നു. ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഉയർന്നമായിട്ടുള്ള വേതനം എന്നൊക്കെ തന്നെ മൊത്തത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഉയരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത് ഈ തൊഴിൽ വിഭജനമാണെന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കിനെ തന്നെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുക, അതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിവിഷൻ ഓഫ് ലേബർ പറയുമ്പോൾ ഒരു വർക്ക് ഒരാൾ മാത്രം ചെയ്താൽ മതി, അതായത് ഒരു ടൈപ്പ് ഓഫ് വർക്ക്. ഇപ്പോൾ എന്തെങ്കിലും നിർമ്മിക്കുകയെന്ന് വിചാരിക്കും, ഒരു വണ്ടി എന്തെങ്കിലും നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സ് ഇവർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേത് കൂട്ടി യോജിപ്പിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും, സ്ക്രൂവിൻ്റെ കാര്യം വേറെ ആൾക്കാർ നോക്കും, പെയിൻറ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാർ നോക്കും, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട് അതായത് തൊഴിൽ കുറച്ചുകൂടി വിഭജിച്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് നമ്മളൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇമാജിൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേക്കിംഗ് സംതിങ് ടുഗെദർ ലൈക്ക് എ ബിൽഡിംഗ് എ ഹൗസ്. നമുക്ക് ബിൽഡിംഗ് എ ഹൗസ് എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു ബിൽഡിംഗ് എ ഹൗസിൽ എല്ലാ ജോലിയും ചെയ്യാമെന്ന് വിചാരിക്കും. അല്ലാതെ നമ്മളവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്, like one person doing everything from digging the foundation to putting on the roof. Each person specializes in a specific job. One person might make like bricks, അതായത് ബ്രിക്സ് വയ്ക്കുന്ന ഒരാളായിരിക്കാം, പെയിൻറ്റ് ചെയ്യുന്നത് വേറൊരാളായിരിക്കാം, അതുപോലെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേറൊരാളായിരിക്കാം. അങ്ങനെ ഓരോ പേഴ്സണും എന്താണ് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുന്നു. അവർക്ക് ആ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ വർക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്ററും എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി പറ്റും. സോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വലിയൊരു ടാസ്കിനെ ചെറിയ സ്മോൾ പാർട്സുകളാക്കിയിട്ട് ഡിഫറെൻറ്റ് പീപ്പിൾസിന് കൊടുത്തിട്ട് അവർക്ക് അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ജോബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡൺ ബെറ്റർ ആൻഡ് ഫാസ്റ്റർ. സോ ഇതാണ് ആഡം സ്മിത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഇനി ആഡം സ്മിത്തിൻ്റെ തിയറി ഓഫ് വാല്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ആഡം സ്മിത്ത് തിയറി ഓഫ് വാല്യൂ it is primarily outlined in his major work The Wealth of Nations. അപ്പോൾ വെൽത്ത് ഓഫ് നേഷൻസിലാണ് ആഡം സ്മിത്തിൻ്റെ നമ്മൾ ഈ പറയുന്ന തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന ആ മേജർ ആയിട്ടുള്ള ഒരു തിയറി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. സോ ഇൻ ഹിസ് തിയറി സ്മിത്ത് ഡിസ്കസ് 2 types of values. അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് 2 വാല്യൂസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. യൂസ് വാല്യൂം ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂം ഉണ്ട്. സോ we can say that use value refers to the inherent usefulness or utility of a goods or services. It is subjective and varies from person to person based on individual preference or needs. So for example പറയുകയാണെങ്കിൽ a loaf of bread has use value because it can satisfy hunger. So ഇതിൻ്റെ ഒരു വാല്യൂവിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കാര്യം ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു മൂല്യത്തെക്കുറിച്ചിട്ടാണ്, ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ആ ഒരു ഉപയോഗത്തെ തുടർന്ന് ആ ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മൂല്യത്തെയാണ് ഉപയോഗമൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിയിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു റൊട്ടി എന്ന് പറയുന്നത് വിശപ്പ് ശമിപ്പിക്കാൻ കഴിയുന്നതിനാൽ അതിന് ഹങ്കർ ഇല്ലാതാക്കാനുള്ള ഒരു മൂല്യമുണ്ട്. സോ അവിടെ എന്താണ്, ഒരു ഉപയോഗ മൂല്യമുണ്ട്.
സോ അതാണ് യൂസ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് വാല്യൂ ഓൺ ദി അതർ ഹാൻഡ് ഈസ് ദ വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മറുവശത്ത് അതായത് വിപണിയിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന മറ്റ് ഗുഡ്സോ സർവീസസിൻ്റെയോ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു ഗുഡ്സോ സർവീസസിൻ്റെ മൂല്യത്തെയാണ് വിനിമയ മൂല്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, റിയൽ പ്രൈസ് ഓഫ് എവറിത്തിങ്, അതായത് എല്ലാത്തിൻ്റെയും റിയൽ പ്രൈസ് ഓഫ് എവറിത്തിങ്, റിയൽ പ്രൈസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. ഈസ് ദ എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് ടു അക്വയർ ഇറ്റ്, അതായത് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേബർ എത്രത്തോളം റിക്വയർഡ് ആണ്, അതാണ് അക്വയർ ഇറ്റ് എന്ന് പറയുന്നത്. സോ സ്മിത്ത് എംഫസൈസ്ഡ് the role of labor in determining exchange value. He argued that the value of a good or service is influenced by the amount of labor required for its production. അതായത് ഈ ഒരു ഗുഡ്സോ സർവീസസോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിൻ്റെയാണ്, എമൗണ്ട് ഓഫ് ലേബർ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ലേബറാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ലേബറാണ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് വാല്യൂ തീരുമാനിക്കുന്നത്. സോ പല ഫാക്ടേഴ്സും ഇതിനെ എഫക്റ്റ് ചെയ്യും എക്സ്ചേഞ്ച് വാല്യൂവിനെ, അതായത് സ്കേഴ്സിറ്റി, ഡിമാൻഡ്, ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ തന്നെ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആഡം സ്മിത്തിൻ്റെ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ലേഡ് ദ ഗ്രൗണ്ട് വർക്ക് ഫോർ ലേറ്റർ ഇക്കണോമിക് തിയറീസ്, പിന്നീട് വന്നിട്ടുള്ള എല്ലാ ഇക്കണോമിക് തിയറീസിൻ്റെയും ഒരു ഗ്രൗണ്ട് വർക്കായിട്ടാണ്, ഒരു ബേസ് ആയിട്ടാണ് ആഡം സ്മിത്തിൻ്റെ ഈ ഒരു തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഇരിക്കുന്നത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡേവിഡ് റിക്കാർഡോനെ കുറിച്ചിട്ടാണ്. ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റും അതുപോലെ ഈസ് ഓഫൺ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയറിറ്റിക്കൽ ഇക്കണോമിക്സ് ഇൻ ഹിസ്റ്ററി, അതായത് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ സൈദ്ധാന്തിക സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. സോ ഹി വാസ് നോട്ട് ഓൺലി സക്സസ്ഫുൾ ഇൻ ബിസിനസ് ആൻഡ് ഫിനാൻസ് ബട്ട് ഓൾസോ സെർവ്ഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അദ്ദേഹം ബിസിനസ്സിലും ധനകാര്യത്തിലും മാത്രമല്ല ഒരു പാർലമെൻറ്റിലെ അംഗമായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. Ricardo's influence on economic thought was profound, rivaling even that of Adam Smith. അതായത് ആഡം സ്മിത്തിനെ പോലെ റിക്കാർഡോയുടെ സാമ്പത്തിക ചിന്തയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെയധികം അഗാധമായിരുന്നു എന്ന് പറയാം. 19-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഇക്കണോമിക് തോട്ട്സിലെ ഏറ്റവും അധികം ഡോമിനൻസ് അല്ലെങ്കിൽ ആധിപത്യം പുലർത്തിയിരുന്ന ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ലീഡറായിട്ടാണ് ഡേവിഡ് റിക്കാർഡോ മാറിയത്. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് വായിച്ചുകൊണ്ടാണ് റിക്കാർഡോ എന്ത് ചെയ്യുന്നത്, എക്കണോമിക്സിൽ ഒരുപാട് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ താല്പര്യം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ദി പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി ആൻഡ് ടാക്സാക്ഷൻസ്. ആർട്ടിക്കുലേറ്റഡ് ദ ക്ലാസിക്കൽ സിസ്റ്റം ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി വിത്ത് റിഗറസ് ആൻഡ് അനലിറ്റിക്കൽ അപ്രോച്ച്. അതായത് ഈ ഒരു കൃതിയിലൂടെ എന്താണ്, രാഷ്ട്രീയമായിട്ടുള്ള ടോട്ടലുള്ള ഒരു എക്കോണമിയെ ക്ലാസിക്കൽ, അതായത് നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ സമ്പ്രദായത്തെയൊക്കെ തന്നെ വളരെയധികം വിശകലനാത്മകമായിട്ടുള്ള രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ഡേവിഡ് റിക്കാർഡോ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ റിക്കാർഡിയൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് സംഭാവന നൽകിയിട്ടുള്ള റിക്കാർഡോ തൻ്റെ ഡിഡക്റ്റീവായിട്ടുള്ള ഒരു തിയറിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ റിക്കാർഡോ വാസ് നോൺ ഫോർ ഹിസ് ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് തിയററ്റിക്കൽ സൊഫിസ്റ്റിക്കേഷൻ കോൺട്രിബ്യൂട്ടഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ദ റിക്കാർഡിയൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്. ഹി ഫോക്കസ്ഡ് ഓൺ അബ്സ്ട്രാക്ട് തിയററ്റിക്കൽ അനാലിസിസ് റാദർ ദാൻ ഹിസ്റ്റോറിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ്. അപ്പോൾ അദ്ദേഹം പൊതുവേ ചരിത്രപരമോ അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള തെളിവുകളെക്കാളും കുറച്ചുകൂടി മറ്റ് സൈദ്ധാന്തിക കാര്യങ്ങളിലാണ്, അബ്സ്ട്രാക്ട് തിയററ്റിക്കൽ അനാലിസിസിലാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് ഏൺഡ് ഹിം എ സിഗ്നിഫിക്കൻറ്റ് ഫോളോവിങ് ഇൻ ബ്രിട്ടൻ ആൻഡ് ബിയോണ്ട്. അതായത് ഇത് ബ്രിട്ടനിലും പുറത്തും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ തരത്തിലുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് റിക്കാർഡോയ്ക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് പറയണം. അപ്പോൾ ജസ്റ്റ് ഡേവിഡ് റിക്കാർഡോ ആരാന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തിയറി ഓഫ് വാല്യൂവിനെ കുറിച്ചിട്ടാണ്. So David Ricardo in his book Principles of Political Economy and Taxation further developed the theory of value and integrated into it his theory of distribution. അപ്പോൾ ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സാഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ഒരു കൃതിയിൽ മൂല്യത്തിൻ്റെ, അതായത് തിയറി ഓഫ് വാല്യൂ വികസിപ്പിക്കുകയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സമന്വയിപ്പിക്കുകയും ചെയ്തു. ആഡം സ്മിത്തിനെ പോലെ തന്നെ അധ്വാനമാണ് വാല്യൂവിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു.
So he focused on relative values rather than absolute value and emphasized that the value of commodity depended not only on the labor it involved in production but also their scarcity. അതായത് റിക്കാർഡോ ഒരു ഗുഡോ സർവീസസിൻ്റെയും മൂല്യം കണക്കാക്കുമ്പോൾ അത് ഉൽപ്പാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അധ്വാനത്തെ മാത്രമല്ല അവിടെ പറയുന്നത്. ആ ഒരു സ്കേഴ്സിറ്റി, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കിട്ടാനുള്ള സ്കേഴ്സിറ്റി, ദൗർബല്യത്തെയും അത് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് തിയറി ഓഫ് വാല്യൂവിൽ ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. സോ ഹീ സ്ട്രെസ്ഡ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എക്സ്ചേഞ്ച് വാല്യൂ ആൻഡ് യൂസ് വാല്യൂ. അപ്പോൾ നമുക്കറിയാം എക്സ്ചേഞ്ച് വാല്യൂയും യൂസ് വാല്യൂയും തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ദാറ്റ് ഫോർ എ കമ്മോഡിറ്റി ടു ഹാവ് എക്സ്ചേഞ്ച് വാല്യൂ ഇറ്റ് മസ്റ്റ് ഓൾസോ ഹാവ് യൂട്ടിലിറ്റി. അതായത് ഒരു ഗുഡ് ഓർ സർവീസസിന് നമ്മൾ ഈ പറയുന്ന എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണമെങ്കിൽ അതിനെന്ത് കൂടി ഉണ്ടാവണം, അതിനൊരു യൂട്ടിലിറ്റി കൂടി ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂട്ടിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ അതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടാവണം, അതിനൊരു പ്രയോജനം കൂടി ഉണ്ടായിരിക്കണമെന്നാണ് മൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് വാല്യൂവിൽ ഡേവിഡ് റിക്കാർഡോ പറഞ്ഞിട്ടുള്ളത്. Ricardo applied the labor theory of value to capitalist society as well, viewing labor as the foundation of value in all stages of സൊസൈറ്റി. റിക്കാർഡോ എന്ത് ചെയ്തു, നമ്മൾ ഈ മുതലാളിത്ത സമൂഹത്തിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉപയോഗിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ലേബറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം അടിത്തറയായിട്ട് കാണുന്ന ഒരു ഫൗണ്ടേഷനായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. He identified several functions of labor including its role as the source of value, its influences on changes in values and its connection to economic value and technology. അതായത് സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത് ടെക്നോളജിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ അധ്വാനം, അതായത് ലേബർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെയൊക്കെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഒരു ഇൻ്റർ കണക്ഷൻ അദ്ദേഹം തിരിച്ചറിയും. അതുപോലെ തന്നെ ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്നത് ഈ വാല്യൂവും അതുപോലെ തന്നെ മാർക്കറ്റിലുണ്ടാകുന്ന ഒരു എക്സ്ചേഞ്ച് വാല്യൂവും തമ്മിൽ വേർതിരിക്കുകയും, അതായത് വിതരണത്തിൽ, അതായത് ഡിസ്ട്രിബ്യൂഷനിൽ ഡിമാൻഡിലുള്ള താൽക്കാലികമായിട്ടുള്ള ഷിഫ്റ്റുകൾ കാരണം നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിൽ വാല്യൂവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷോർട്ട് ടേമിലേക്ക് എക്സ്ചേഞ്ച് റേറ്റുകൾ സപ്ലൈയും ഡിമാൻഡും സ്വാധീനിച്ചു. എന്നാൽ ഒരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ എന്താണ്, അവ ഉൽപ്പാദന ചെലവാണ് നിർണ്ണയിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് നിർണ്ണയിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ റിക്കാർഡോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നാച്ചുറൽ പ്രൈസ് വാല്യൂ ആൻഡ് മാർക്കറ്റ് പ്രൈസ്, noting the market prices could fluctuate due to temporary shifts in supply and demand. In short run, market prices were influenced by supply and demand, while the long run they were determined by the production cost. അതായത് ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോൾ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ സർവീസസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സപ്ലൈയും ഡിമാൻഡും ഒക്കെ തന്നെയാണ്. പക്ഷേ ലോങ് ടേമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്സ് ലേറ്റർ utilized Ricardo's labor theory of value to argue that labor was exploited in capitalist economy. അപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് മാർക്സ് പിന്നീട് എന്ത് ചെയ്തു, റിക്കാർഡോയുടെ ഈ ഒരു പറയുന്ന ലേബർ തിയറി ഓഫ് വാല്യൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അധ്വാനം മുഴുവൻ അതായത് എല്ലാം കൊടുക്കുമ്പോൾ, ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, ആ ഒരു വാല്യൂക്ക് അവർ അർഹരാണെന്ന് മാർക്സ് ഈ ഒരു തിയറിയിലൂടെ പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മുടെ റിക്കാർഡോയുടെ അനാലിസിസ് എന്ന് പറയുന്നത് ചൂഷണത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ മുതലാളിത്തം ഈ ലേബേഴ്സിനെ ചൂഷണം ചെയ്തു എന്നല്ല അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ഈ പറയുന്ന തിയറി ഓഫ് വാല്യൂവിൽ റിക്കാർഡോയുടെ സംഭാവനകൾ എന്ന് പറയുന്നത് ഇക്കണോമിക് ആയിട്ടുള്ള തോട്ട്സിനെ പലരെയും സ്വാധീനിക്കുകയും ഈ മുതലാളിത്തത്തെയും തൊഴിൽ ചൂഷണത്തെയും കുറിച്ചുള്ള തുടർന്നുള്ള പലതരത്തിലുള്ള അനാലിസിസിന് അടിത്തറ പാവുകയും ചെയ്തത് തിയറി ഓഫ് വാല്യൂ ഓഫ് റിക്കാർഡോ ആണ്.